എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ബിയോണ്ട് ബർത്ത് റിസോഴ്സസ് ആൻഡ് സ്റ്റാറ്റസ്, ജനനത്തിനുമപ്പുറം വിഭവങ്ങളും അന്തസ്സും. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ബിയോണ്ട് ബർത്ത്, social positions and status were often shaped by economic resources too during those period. ആ കാലഘട്ടത്തിൽ ജന്മനാ ലഭിക്കുന്ന അന്തസ്സിനുമപ്പുറം സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമായിരുന്നു സമ്പത്ത്. സോ വി ക്യാൻ സീ ദ ഫാക്ടേഴ്സ് ദാറ്റ് കൺട്രോൾഡ് ആക്സസ് ടു വെൽത്ത്. സമ്പത്ത് ആർജിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി there were two factors that help one to become rich, that is gender and varna. ആ കാലഘട്ടത്തിൽ സമ്പന്നനാവാൻ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലിംഗവും മറ്റൊന്ന് വർണ്ണവും. ജെൻഡേർഡ് ആക്സസ് ടു പ്രോപ്പർട്ടി, ലിംഗവ്യത്യാസവും സ്വത്ത് അവകാശവും. ഇതിൻ്റെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് വിക്ടേഴ്സിലെ 19ാമത്തെ വീഡിയോ കാണുക. അതിൽ ദ്രൗപദിയെ യുധിഷ്ഠിരൻ പണയം വയ്ക്കുന്ന ഒരു കഥയുണ്ട്. ഇതിൽ സ്ത്രീയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ലിംഗാസമത്വത്തെക്കുറിച്ചുള്ള ചില പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതൊന്ന് കേട്ടിട്ട് നിങ്ങളിതിൻ്റെ പോയിൻറ്റ്സിലേക്ക് പോരുക. അക്കോർഡിംഗ് ടു മനുസ്മൃതി, the paternal estate was to be divided equally among sons with a special share for the eldest. പിതൃസ്വത്ത് പുത്രന്മാർക്ക് തുല്യമായി ഭാഗിച്ച് നൽകാമെന്നും അതിൽ മൂത്ത പുത്രന് പ്രത്യേക പങ്ക് നൽകണമെന്നും മനുസ്മൃതി നിർദ്ദേശിക്കുന്നു. വുമൺ കുഡ് നോട്ട് ക്ലെയിം എ ഷെയർ ഓഫ് ദീസ് റിസോഴ്സസ്. സ്ത്രീകൾക്ക് ഈ വിഭവത്തിന്മേൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. ബട്ട് വുമൺ വെർ അലൗഡ് ടു റീറ്റെയിൻ ദ സ്ത്രീധന ആൻഡ് ദിസ് കുഡ് ബി ഇൻഹെറിറ്റഡ് ബൈ ദർ ചിൽഡ്രൻ വിത്തൗട്ട് ഹസ്ബൻഡ്സ് പെർമിഷൻ. സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് ലഭിച്ച സ്ത്രീധനം കൈവശം വയ്ക്കാമെന്നും അത് തങ്ങളുടെ മക്കൾക്ക് വീതം വെച്ച് നൽകാമെന്നും നിർദ്ദേശിക്കുന്നു. Women were not allowed to hold any family property or any valuables without husband's permission. മൂല്യവത്തായ വസ്തുക്കളോ സമ്പത്തോ ഒന്നും ഭർത്താവ് അറിയാതെ സ്ത്രീകൾ പൂഴ്ത്തിവെക്കാൻ പാടില്ലായിരുന്നു. ബട്ട് വി ക്യാൻ സീ എക്സെപ്ഷൻസ് ആർ ദെയർ. എന്നാൽ ഇതിലും ചില ഒഴിവുകഴിവുകൾ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ദ വഗദഗ ക്യൂൻ പ്രഭാവതി ഗുപ്ത, ഷി ഓൺഡ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ്. എന്നാൽ ഇതിലും ചില അപവാദങ്ങളുണ്ടായിരുന്നു. പ്രഭാവതി ഗുപ്ത എന്ന വഗദഗ രാജ്ഞി സ്വത്ത് കൈവശം വയ്ക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ബട്ട് ബോത്ത് എപ്പിഗ്രാഫിക് ആൻഡ് ടെക്സ്ച്വൽ എവിഡൻസസ് സജസ്റ്റ് ദാറ്റ് ഓൺ ദ ഹോൾ men controlled land, cattle, money, and so there was social differences between men and women due to access to resources. ബട്ട് എന്നാൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഭൂമിയിന്മേലും നാൽക്കാലികളുടെ മേലും സമ്പത്തിന്മേലുമൊക്കെ പുരുഷന്മാർക്കായിരുന്നു ആ കാലഘട്ടത്തിൽ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നത്. ഈ സാമൂഹിക വ്യത്യാസം, സ്വത്തവകാശത്തിന്മേലുള്ള ഈ വ്യത്യാസം സാമൂഹ്യ വ്യത്യാസത്തിനും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സാമൂഹ്യ വ്യത്യാസത്തിനും ശക്തി കൂട്ടുകയുണ്ടായി. സമ്പത്ത് ആർജിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഏത് ലിംഗത്തിൽ ജനിച്ചു എന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് വർണ്ണ ആൻഡ് ആക്സസ് ടു പ്രോപ്പർട്ടി, വർണ്ണവും സമ്പത്തും. Variety of occupations were listed for men of the first three varnas, brahmanas, kshatriyas and vaishyas. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നീ 3 അപ്പർ വർണ്ണത്തിലുള്ളവർക്ക് നിരവധി ജോലികൾ ചെയ്ത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. ബട്ട്
ശൂദ്രാസ് വെയർ പ്രിസ്ക്രൈബ്ഡ് ഉള്ളി സർവിറ്റ്യൂഡ്. എന്നാൽ ശൂദ്രന്മാർക്ക് ഈ 3 വർണ്ണത്തെയും സേവിക്കൽ മാത്രമായിരുന്നു ലഭിച്ചിരുന്ന ജോലി. സോ നാച്ചുറലി the 3 upper varnas could become more rich than the Shudras who were at the bottom of the society. സ്വാഭാവികമായും 3 അപ്പർ വർണ്ണത്തിന് കൂടുതൽ സമ്പത്ത് സ്വരൂപിക്കുന്നതിനും ശൂദ്രന്മാർക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെടുന്നതിനും ഈ സമ്പ്രദായം കാരണമായിട്ടുണ്ട്. ക്ഷത്രിയാസ്, കിങ്സ് were ക്ഷത്രിയാസ്, priestess were brahmanas, and there are a lot of opportunities to become more wealthy for these people. ക്ഷത്രിയന്മാരായ രാജാക്കന്മാർക്കും പുരോഹിതന്മാരായ ബ്രാഹ്മണന്മാർക്കും സമ്പത്ത് സ്വരൂപിക്കാനുള്ള അവസരങ്ങൾ നിരവധിയാണ്. ബട്ട് വി ക്യാൻ സീ സം എക്സെപ്ഷൻസ് ഓഫ് പുവർ ബ്രാഹ്മണാസ്. എന്നാൽ ദരിദ്രന്മാരായ ബ്രാഹ്മണന്മാരും ഉണ്ടായിരുന്നതായി കാണാം. സം അതർ ട്രഡീഷൻസ് ലൈക്ക് ബുദ്ധിസ്റ്റ് ക്രിട്ടിസൈസ്ഡ് ദ വർണ്ണ ഓർഡർ ഓഫ് ദ ബ്രാഹ്മണാസ്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അന്യപാരമ്പര്യങ്ങളായ ബുദ്ധിസ്റ്റ് പോലുള്ളവർ ബ്രാഹ്മണന്മാരുടെ ഈ വർണ്ണ സമ്പ്രദായത്തെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല വിമർശന വിധേയമാക്കുകയും ചെയ്തു. ബുദ്ധിസ്റ്റ് accepted that the differences in the society were they accepted the differences in the society but never recognized that these were natural or inflexible. സാമൂഹ്യ അന്തരം നിലനിന്നിരുന്നു എന്നത് ബുദ്ധിസ്റ്റുകൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതൊരിക്കലും ജന്മനാ ഉള്ളതോ മാറ്റാൻ പറ്റാത്തതോ ആണെന്ന് അവർ വിശ്വസിച്ചതേയില്ല. ബുദ്ധിസ്റ്റ് ഓൾസോ റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് സ്റ്റാറ്റസ് ബേസ്ഡ് ഓൺ ബർത്ത്. അന്തസ്സ് ജന്മനാ ലഭിക്കുന്നതാണ് എന്നതിനെയും ബുദ്ധിസ്റ്റുകൾ തള്ളിക്കളഞ്ഞു. ആൻ ഓൾട്ടർനേറ്റീവ് സോഷ്യൽ സിനാറിയോ, വ്യത്യസ്തമായൊരു സാമൂഹ്യ പശ്ചാത്തലം. ഷെയറിംഗ് വെൽത്ത്. Status was not only based on birth or wealth. We can see there are some other possibilities also that decided one's status. ജന്മന ലഭിക്കുന്നതോ സമ്പത്തിലൂടെ ആർജിക്കുന്നതായ അന്തസ്സിനപ്പുറം സമൂഹം മറ്റു പല അവസ്ഥകളിലും ഒരുവന് അന്തസ്സ് കൽപ്പിച്ചു നൽകിയിരുന്നു. ജനറോസിറ്റി വെർ റെസ്പെക്റ്റഡ് ഓർ ജനറസ് പീപ്പിൾ വെർ റെസ്പെക്റ്റഡ്. ഉദാരമതികളെ സമൂഹം ആദരിച്ചു പോന്നിരുന്നു. മൈസേഴ്സ് വെർ ഡെസ്പൈസ്ഡ്. ലുബ്ധന്മാരെ സമൂഹം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ആൻഡ് ദീസ് വാല്യൂസ് വെർ ചെരീഷ്ഡ് ആൻഡ് വെർ എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഇൻ ഏൻഷ്യൻ്റ് തമിഴകം. ദ തമിഴ് ചീഫ്റ്റൻസ് വെർ പേട്രൺസ് ഓഫ് ബാർഡ്സ് ആൻഡ് പോയറ്റ്സ്. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ നിലനിർത്തുകയും സംരക്ഷിച്ചു പോരുകയും ചെയ്തിരുന്നവരായിരുന്നു പ്രാചീന തമിഴകം. തമിഴ് മൂപ്പന്മാർ ഗായക കവികളെയും കലാകാരന്മാരെയും ഒക്കെ നന്നായി സംരക്ഷിച്ചിരുന്നു എന്നത് ഇതിന് ഉദാഹരണമാണ്. Even though there were differences among rich and poor, those who controlled the resources were expected to share them also. സമ്പന്നനും ദരിദ്രനും തമ്മിൽ അന്തരമുള്ളപ്പോൾ തന്നെ വിഭവങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർ അവ ജനങ്ങൾക്ക് വീതം വെച്ച് നൽകണമെന്നും ജനങ്ങളുമായി പങ്കുവയ്ക്കണമെന്നും അത് നല്ലതാണെന്നും ആ കാലഘട്ടത്തിൽ കരുതിപ്പോന്നിരുന്നു. നെക്സ്റ്റ്, എക്സ്പ്ലെയിനിങ് സോഷ്യൽ ഡിഫറൻസസ്, എ സോഷ്യൽ കോൺട്രാക്റ്റ്. സാമൂഹ്യ വ്യത്യാസങ്ങളെ വിശദീകരിക്കുവാൻ ഒരു സാമൂഹിക കരാർ. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഓർ ദിസ് പോർഷൻ ഡീൽസ് with a social contract between king and citizens. രാജാവും ജനങ്ങളും തമ്മിലുള്ള ഒരു സാമൂഹിക കരാറിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഇറ്റ് വാസ് ഡീറ്റെയിൽഡ് ഇൻ ദ ശുദ്ധപീഠക ഓഫ് ദ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്. ബുദ്ധമത ഗ്രന്ഥമായ ശുദ്ധപീഠകയിലെ ഒരു കഥയിലൂടെയാണ് ഇത് വിശദീകരിക്കുന്നത്. The king gained control as a result of a contract between king and citizens. ജനങ്ങളും രാജാവും തമ്മിലുള്ള കരാറിൻ്റെ ഫലമായാണ് രാജാവിന് അധികാരം ലഭിക്കുന്നതെന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു. Originally,
all beings lived peacefully, taking only what they needed from nature. തുടക്കത്തിൽ എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് സമാധാനപൂർണമായി ജീവിച്ചു. Later human beings became vindictive, greedy and deceitful. പിൽക്കാലഘട്ടത്തിൽ മനുഷ്യർ ചതിയന്മാരും അത്യാഗ്രഹികളും പ്രതികാരദാഹികളുമായി തീർന്നു. This led them to select the Mahasammada or the great elect to rule them. തങ്ങളെ ഭരിക്കുവാൻ മഹാസമ്മതനായ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ ഇത് ജനങ്ങളെ പ്രേരിപ്പിച്ചു. So according to this, the following are the important points related with the social contract. ഇത് പ്രകാരം താഴെ പറയുന്നവയാണ് സാമൂഹ്യ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. The kingship was based on human choice. Institution of kingship was based on human choice. മനുഷ്യ തീരുമാനപ്രകാരമാണ് രാജാവിന് രാജപദവി ലഭിച്ചത്. Taxes were a form of payment for services given by the king. രാജാവ് നൽകുന്ന സേവനത്തിന് ജനങ്ങൾ നൽകുന്ന പ്രതിഫലമായിരുന്നു നികുതി. Third, it reveals the recognition of human agency in economic and social relations. സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളിൽ മനുഷ്യരുടെ പ്രാധാന്യം ഇത് വെളിവാക്കുന്നു. So, if human beings were responsible for the creation of the system, they could change it in future. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായത്തെ സൃഷ്ടിക്കുവാനുള്ള കഴിവ് ജനങ്ങൾക്കുള്ളതാണെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത ഒരു ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ മാറ്റുന്നതിനുള്ള അധികാരവും ജനങ്ങൾക്ക് തന്നെയാണെന്ന് ഈ ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്യുന്നു. So, thank you for watching the video. Thank you, my students.